ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്, പക്ഷെ ആളിപ്പോ കുറച്ചു ലൂസാ. നോ 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 നോ, ഞാൻ പിഴിഞ്ഞെടുക്കും. ശരിയാക്കി എടുക്കും. ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചു കൂട്ടിട്ട് അതൊക്കെ സത്യമൊന്നും കരുതരുത്. ചിലപ്പോ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അത് മനസ്സിലാക്കണം. പുതിയ എന്തെങ്കിലും നുണയായിരിക്കും പറയാനുള്ളത്. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു. അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ മെണ്ടിപ്പോളത് തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ചു പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലിക്ക് എത്ര രൂപടാ? കാരണം നീ തന്നെയാണല്ലോ മാലക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ സംഭവമൊക്കെ കൊള്ളാം. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഒത്തുകളിയാ പറയണോ? അതെ, ഞാൻ പബ്ലിക്കിന്റെ മുതല് കാക്കും. ഇവൻ പബ്ലിക്കായി തന്നെ പോകും. ഒടുവിൽ പബ്ലിക്കിന്റെ കണ്ടി പൊടിയിട്ട് ഞങ്ങൾ മുങ്ങും. ഓക്കെ, അപ്പോ ഈ സമയത്ത് നിനക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഈ പൊറോട്ട് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ നിന്നെ പോലെ മണ്ടനായി പോലടാ. തൃപ്തിയായില്ലേ നിനക്ക്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ടാ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവയുടെ ആ സോറി അത് വേണ്ട. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിച്ചു നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല. മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ? ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആ മാൻഷന്റെ അടിയില് നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്ക്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ല, സമയം 4:30 നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല, ഷോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എടുത്ത തീരുമാനമല്ലേ, പെട്ടെന്ന് മാറ്റിക്കൂടെ? ഇല്ല, ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.